അപ്പോൾ നമുക്ക് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. വാമപ്പ് പല രീതിയിലുള്ള വാമപ്പ് നമ്മൾ പല മേഖലയിലും കാണാം. അപ്പോൾ നമുക്കിപ്പോൾ ബേസിക് ആയിട്ടുള്ള വാമപ്പ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പം തീർക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക് ചെയ്യുന്ന കേട്ടോ. റൊട്ടേറ്റ് ചെയ്യുക. 2 3 4 5 6 7 8 9 10. സ്ലോലി വേണം ചെയ്യാൻ, വലിയ ഫാസ്റ്റ് ആക്കരുത്. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10. ചേഞ്ച് ചെയ്യുക സൈഡ്. 1 2 3 4 5 6 7 8 9 10. Next, up. 1 2 3 4 5 6 7 8 9 10. Next, 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ്, കൈ ഇവിടെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. 1 2 3 4 5 6 7 8 9 10. Side to side. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ്, കൈ ഇവിടെ വെക്കുക. എൻ്റെ സ്ലോലി മൂവ് ചെയ്യും ഞാൻ. 1 2. നിങ്ങളിത് തട്ടിക്കാനൊന്നും നിൽക്കണ്ട, സ്ലോലി ആ ഡയറക്ഷൻ കിട്ടിയാൽ മതി. 3 4 5 6 7 8 9 10. ചേഞ്ച് ചെയ്യുക. കാലിന് ബാലൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലുമൊക്കെ അസിസ്റ്റ് ചെയ്യുക, പിടിക്കുക. 2 3 4 5 6 7 8 9 10. Next, 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ്, സെയിം സൈഡിൽ എൽബോ ടു നീ. 1 2. ഇതിങ്ങനെ തട്ടണമെന്നില്ല കേട്ടോ, ആ ഡയറക്ഷൻ കിട്ടിയാൽ മതി. 4 5 6 7 8 9 10. സ്വിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. Next, 1 2 3 4 5 6 7 8 9 10. Next, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, എല്ലാവരും വാമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഫസ്റ്റ് ഡയലാണ് കൊണ്ട് ഈ ഒരു രീതിയിലുള്ള വാമപ്പ്. എന്നിരുന്നാലും മോസ്റ്റ്ലി നമ്മളെല്ലാ മൂവ്മെൻറ്റ്സും നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്നു. നമുക്ക് മെയിൻ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ്, ഇപ്പം ഞാനിവിടെ ചെയർ കൊണ്ടുവരുന്നത് നമുക്ക് പല എക്സസൈസിനും ചെറിയ അസിസ്റ്റൻസിന് നിർബന്ധമാണ്. അപ്പം റിസ്ക് എടുക്കുന്നതിനെക്കാട്ടി നല്ലതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് സ്ക്വാട്ട്. സ്ലോലി പോവുക. 1 2 3. ഇതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ അസിസ്റ്റ് ചെയ്ത് ചെയ്യാം. 4. ഇതിനാണ് ഈ ചെയർ ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. 5 6 7. ഇത് സ്ലോലി ചെയ്യുന്ന ഏറ്റവും ബെറ്റർ. 8. ബിഗിനേഴ്സ് നമ്മളെല്ലാവരും ഒരു 10 ചെയ്താൽ മതി.
Last one. Yes, relax. ഓക്കെ, ഒരു 30 സെക്കൻഡിൻ്റെ അടുത്ത് നമുക്ക് റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഒബ്ലിക് ആപ്സ് 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. നെക്സ്റ്റ് കാല് കുറച്ച് വൈഡാക്കുന്നു. കാല് ഈ പോകുമ്പോൾ ഇങ്ങനെ ബെൻഡൊക്കെ ആവട്ടോ. ഓക്കെ, റെഡി. അപ്പ് ചെയ്യാം. 1 2 ഈച്ച് സൈഡ് 10 3 4 5 6 7 8 9 10. സ്വിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സസൈസിൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഇപ്പോൾ 30 സെക്കൻഡ് നമ്മൾ ബ്രേക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് എററോ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം അല്ലെങ്കിൽ ആ എക്സസൈസ് നിങ്ങൾ നിർത്തി വെക്കുന്നതായിരിക്കും ഉചിതം. എന്നിട്ട് കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സംസാരിച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് പോവാം. ഓക്കെ, ഇതേ സെയിം എക്സസൈസ് നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. റെഡി. അപ്പോൾ ഞാൻ വീണ്ടും അസിസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യണോളൂ. റെഡി. യാ. 1 2 3 4 5. നേരെ നോക്കണം അപ്പോഴും ബെറ്റർ. 6 7 8 9 10. റിലാക്സ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ബ്രീത്തിങ്. ഇപ്പോൾ ബ്രീത്തിങ്ങിന് കൺഫ്യൂഷനേ ആവണ്ട. നമ്മൾ സാധാരണ എന്തൊക്കെയാണോ ചെയ്യാറ് ലൈഫിൽ, നടക്കാറും സ്റ്റെയർ കയറുമ്പോഴും സാധനം എടുക്കുമ്പോഴൊക്കെ ചെയ്യുന്നൊരു ബ്രീത്തില്ലേ, ആ ബ്രീത്ത് തന്നെ ചെയ്താൽ മതി നിങ്ങൾ. കട്ടല്ലേ? ആ, ഓക്കെ ഓക്കെ, റെഡി. നെക്സ്റ്റ് എന്തേലും? ഓ യാ, സെക്കൻഡ്. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഓക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനുണ്ടെങ്കിൽ കുടിക്കാതെ ആഴ്ചയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും വെള്ളം കുടിക്കാം. അതിൻ്റെ ഇടയ്ക്ക് അമിതമായിട്ട് കുടിക്കേണ്ട, ചെറിയ രീതിയിലുള്ള കുറച്ച് വെള്ളം നമുക്ക് പെർമിഷൻ അലൗഡാണ്. നെക്സ്റ്റ് വണ്ണ് കാല് വൈഡക്കുന്ന സെക്കൻഡ് റൗണ്ട്, സെക്കൻഡിലെ ലാസ്റ്റ് വണ്ണ്. 1 2 3 4 5 6 7 8 9 10. Change side. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലുള്ള 3 2 റൗണ്ട് കഴിഞ്ഞ് ഇനി ഫ്ലോർ എക്സസൈസ് ആണ്. അപ്പോൾ മാറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും മാറ്റ് ഇട്ട് റെഡി ആയിക്കാം. റെഡി. നെക്സ്റ്റ് എക്സസൈസ് നമ്മൾ ഫ്ലോറാണ്. ഇത് മോസ്റ്റ്ലി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നമ്മൾ അപ്പർ ആപ്സാണ്. ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യും നമ്മളെ ഫോർഹെഡ് നെറ്റി. സ്റ്റാർട്ട് ചെയ്യുക സ്ലോലി, നൈസ് ആൻഡ് ഈസി. 1. കഴുത്തിൽ പ്രഷറേ കൊടുക്കരുത്. 2 3 4 5 6 7 8 9 10. റിലാക്സ് ചെയ്യുക.
ഇപ്പോൾ ഞാൻ 2 കൈ ഇങ്ങനെ താഴെ വെച്ച് ഹിപ്പിനെ അപ്പ് ചെയ്യുക, 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 ഹോൾഡ്, പോസിങ് കൊടുക്കാം. 2 ഡൗൺ, 3 നൈസ്, 4 5 6 7 8 9 10. റിലാക്സ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. റെഡി. വീണ്ടും നമ്മൾ ഫോർവേഡിൽ ടച്ച് ചെയ്ത് സ്റ്റാർട്ട്. 1 2 3 4 5, നെക്കിന് പ്രഷറായി കൊടുക്കരുത്. 6 7, സ്പീഡും ആവരുത്. 8 9 10. റിലാക്സ്. എൻ്റെ കൈ ഫ്ലോറിൽ വെച്ച് സ്ലോലി അപ്പ്. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഓക്കെ, അപ്പോൾ നമ്മളെ മെയിൻ വർക്കൗട്ട് ഇന്നത്തെ കഴിഞ്ഞ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 2 സ്ട്രെച്ചിങ് മാത്രമേ തരുന്നുള്ളൂ. സ്റ്റാറ്റിക് ആയിട്ട് ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഫസ്റ്റ് 1 ഞാൻ എൻ്റെ മുട്ടുകാലം ഉണ്ടാവും ചെസ്റ്റിൻ്റെ മേലോട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത്, അമർത്തി പിടിക്കുന്നത് മാക്സിമം. പിന്നെ ഷെയ്ക്ക് ആവരുത്, അവിടുന്ന് ഒരു രീതിയിൽ ഇളകണ്ട. കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Next leg. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നെക്സ്റ്റ് അടുത്ത ലെഗ് തന്നെ എന്ത് ചെയ്യുക, കാല് സ്ട്രൈറ്റ് പറ്റുന്നതിൽ സ്ട്രൈറ്റ് ആക്കിയത്. സ്ട്രൈറ്റ് ആക്കാനായിട്ട് നിങ്ങൾ നീങ്ങണ്ട. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Relax. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. യെസ്, റിലാക്സ്. അപ്പോൾ ഇത് ഒരൊറ്റ റൗണ്ട് ചെയ്താൽ മതി സ്ട്രെച്ചിങ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് കാണാം. ഓക്കെ ഓക്കെ, അപ്പം സെക്കൻഡ് വർക്കൗട്ട്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഡേ വർക്കൗട്ട് നാളെ കാണാം. താങ്ക് യു.